ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഷ സോണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു അവിൽക്കറിയുടേതാണ് കേട്ടോ. സാധാരണ നമുക്ക് സദ്യക്ക് കിട്ടുന്ന അവിൽക്കറിയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് കുറച്ച് ഗ്രേവി ആയിട്ടുള്ളതാണ്. അതിനായിട്ട് ആവശ്യമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാനിവിടെ പയർ, മത്തങ്ങ, സവോള എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, ചേന, ഉരുളക്കിഴങ്ങ് ഒക്കെ എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ വേണം അവിൽക്കറിക്ക് കട്ട് ചെയ്യാൻ. ഇനി ഇത് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം വേവിക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കറിവേപ്പില, ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ആവശ്യമില്ല, ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ മൂടി വെച്ചിട്ട് നന്നായി വേവിക്കാം. ഇനി അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുമ്പോൾ 1 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, 1 കഷ്ണം ഇഞ്ചി മുറിച്ചിട്ട് കൊടുക്കാം, ഒരു 5-6 പച്ചമുളക്, ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം, ഒരുപാട് അരയരുത്, പൊടിച്ചെടുക്കുക. അതിലേക്ക് മോര് ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ പുളിക്ക് അനുസരിച്ച് മോര് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക, ഒരുപാട് അരയരുത്, തരിതരിയായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം കുറച്ച് നേരം മൂടി വയ്ക്കണം കേട്ടോ, ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായുള്ള അവിൽക്കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഈ ഒറ്റ കറി മതി വയറ് നിറച്ച് ചോറിനാൻ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമാവുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.